തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തൃശൂർ എളവള്ളി പഞ്ചായത്തിൽ നടക്കുന്നത് രാഷ്ട്രീയ നാടകമാണ്. 5 വർഷം പഞ്ചായത്ത് ഭരിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ജിജോ ഫോക്സ് LDF വിട്ട് കോൺഗ്രസ് ക്യാമ്പിലേക്ക് മാറി. പാർട്ടിയിലെ അവഗണനയാണ് കൂറുമാറ്റത്തിന് കാരണമെന്നാണ് ജിയോ ഫോക്സിന്റെ പക്ഷം. എന്നാൽ അധികാരമോഹമാണ് മാറ്റത്തിന് കാരണമെന്ന് പ്രതിപക്ഷ കക്ഷികൾ പറയും. തൃശൂർ ജില്ലയിലെ മികച്ച തദ്ദേശ സ്ഥാപനം എന്ന പുരസ്കാരം 4 തവണ സ്വന്തമാക്കാൻ എളവള്ളി പഞ്ചായത്തിനെ മുന്നിൽ നിന്ന് നയിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ആയിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയപ്പോൾ ജിയോ ഫോക്സ് കൂറുമാറി. ഇനി വികസനത്തിന് കോൺഗ്രസിന്റെ കൈപിടിക്കണമെന്നാണ് ഫോക്സിന്റെ പക്ഷം. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിട്ടും തന്നെ പാർട്ടി അവഗണിക്കുന്നുവെന്നാണ് ജിയോ ഫോക്സ് പറയുന്നത്. നേതൃത്വത്തിന്റെ മുകളിൽ പോകാൻ ഒരു ജനകീയനെയും സമ്മതിക്കാത്ത CPM-ൽ അസ്വസ്ഥത രൂപപ്പെടുന്നത്. അത്തരത്തിലൊരു അസ്വസ്ഥതയുടെ ഭാഗമായിട്ടാണ് എനിക്ക് വലിയ അവഗണന നേരിട്ടത്. ഒരു വർഷക്കാലമായി എന്നെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വലിയ വികസനം നടത്തിയ ഈ എളവള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു വികസന മുന്നേറ്റ ജാഥയിൽ പോലും അവഗണിക്കുന്ന തരത്തിലേക്കുള്ള CPM-ന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ്. മാത്രമല്ല, ഇനി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വികസനം നടപ്പിലാക്കണമെങ്കിൽ CPM-ന് സാധ്യമല്ല എന്നു തിരിച്ചറിവും കൂടിയാണ് ഞാൻ എൻ്റെ മാതൃസംഘടനയിലേക്ക് പോകുന്നത്. കോൺഗ്രസിൽ ചേരുമെന്ന ഒരു യൂട്യൂബ് ചാനലിലൂടെ വ്യക്തമാക്കിയ ജിയോ ഫോക്സിനെ CPM പുറത്താക്കിയിരുന്നു. ഉടൻ തന്നെ കോൺഗ്രസ് നേതാക്കൾ എതിരേറ്റു. പേര് സൂചിപ്പിക്കുന്ന പോലെ കുറുക്കന്റെ ബുദ്ധിയാണ് ഫോക്സിനെന്ന രാഷ്ട്രീയ എതിരാളികൾ പറയുന്നു. അധികാരമോഹമാണ് ഫോക്സിനെ കൂറുമാറ്റത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് CPM-ന്റെ വാദം. 2005 മുതൽ അദ്ദേഹത്തിന് വിവിധങ്ങളായ ജനപ്രതിനിധികളാക്കിയിട്ടുണ്ട്. അവിടെ സഹകരണ സ്ഥാപനത്തിൽ 2 ടൈമിൽ ഡയറക്ടറായും പ്രസിഡൻ്റായും അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായും അതിനുശേഷം ഇപ്പോൾ 5 വർഷം എളവള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായും അദ്ദേഹം അവിടെ അതിനുള്ള എല്ലാ പരിഗണനയും CPM കൊടുത്തതാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് അതിനേക്കാൾ വലിയ മോഹം ഉണ്ട് എന്നാണ് തോന്നുന്നത്. മാത്രമല്ല, അദ്ദേഹം ഒരു സ്വകാര്യ യൂട്യൂബ് ചാനലിന് ഒരു അഭിമുഖം കൊടുത്തു. അദ്ദേഹം മറ്റു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോവുകയാണ്, മാതൃസംഘടനയിലേക്ക് പോവുകയാണെന്നൊക്കെ പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായി. അയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പറായിരിക്കുമ്പോഴാണ് അത് പറഞ്ഞത്. അത് പാർട്ടിയുടെ സംഘടനാപരമായ ചട്ടക്കൂടിന് അച്ചടക്കത്തിനും യോജിച്ചതല്ല. അതിൻ്റെ ഭാഗമായി തന്നെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ വേണ്ടി തീരുമാനിക്കും. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അതേസമയം കോൺഗ്രസ് CPM ബാന്ധവമാണ് ഈ കൂറുമാറ്റത്തിന് പിന്നിലെന്നാണ് BJP ആരോപിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് പാർട്ടി മാറിയ സാഹചര്യം പരിശോധിക്കുമ്പോൾ അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹം ഇടതുപക്ഷത്തേക്ക് വന്നു. അത് കോൺഗ്രസ്സിലേക്ക് തന്നെ തിരിച്ചുപോയി എന്നല്ലാതെ അധികാരത്തിനെ ബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങളും പിന്നെ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്താൻ എളവള്ളി പഞ്ചായത്തിലെ സാഹചര്യം ഉണ്ടാകുന്ന എല്ലാ സമയത്തും ഈ LDF UDF അവിശുദ്ധ ബന്ധം ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ഒരു തുടർ പ്രവർത്തനം എന്നല്ലാതെ വേറൊന്നും അതിൽ മനസ്സിലാക്കുന്നില്ല. 1964 രൂപീകൃതമായ എളവള്ളി പഞ്ചായത്തിൽ 16 വാർഡുകളിലായി LDF 10, കോൺഗ്രസ് 4, BJP 2 എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷിനില. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കുന്ന ജിയോ ഫോക്സിന്റെ കണ്ണ് നിയമസഭാ സീറ്റിലാണ്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കൂറുമാറ്റം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെ ബാധിക്കുമെന്ന് ഇനി കണ്ടറിയണം. അമൃത ന്യൂസ്, തൃശൂർ.